പാർലറുകളിൽ പോകുന്നതിന് നമ്മുടെ ട്രഡീഷണൽ അമ്മമാർ അങ്ങനെ തന്നെ പറയുകയാണെ, ട്രഡീഷണൽ അമ്മമാർ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. 10-15 വയസ്സൊക്കെ കഴിയട്ടെ, അതിന് മുന്നേ ഒന്നും പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. ഈ എസ്തെറ്റിക് ക്ലിനിക്സിൽ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ? നമുക്കൊരു ഇപ്പോൾ 10-12 വയസ്സാവുന്ന കുട്ടികൾക്ക്, അത് അതിന് മുന്നേ പിള്ളേർക്ക് സൗന്ദര്യബോധം തുടങ്ങുന്നുണ്ട്. അപ്പോൾ 10-12 വയസ്സായ ഒരു കുട്ടിക്ക് വേണമെങ്കിലും ധൈര്യമായി പോകാവുന്ന ഇടമാണോ എസ്തെറ്റിക് ക്ലിനിക്സ്? ഡിപ്പെൻഡ്സ് ഓൺ ദ കൺസേൺ. ടീനേജസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്നെ ഇഷ്യൂസ് ഒക്കെ കണ്ടുവരുന്നത്. ഒരു ടീനേജ് ഉള്ളൊരു കുട്ടിക്ക് ആക്നെ ഇഷ്യൂസ് വരുമ്പോൾ അതവരെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യണം. അതല്ല ലൈക്ക് ചില കുട്ടികൾക്ക് ഈ ബോട്ടക്സ് ഫില്ലേഴ്സ് ത്രെഡ്സിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് വരുന്നില്ല. അതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസ്തെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ ആ ഒരു പ്രായത്തിൽ, അതായത് അതെല്ലാം ഒരു ആഫ്റ്റർ 20 ഇയേഴ്സ് തന്നെയാണ് റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത്. ഒരു അഡൾട്ട് ഏജിലേക്ക് അതൊക്കെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഈ അത്രയും ഫിലിം ഫീൽഡ്, അങ്ങനെ ഹോളിവുഡ്, ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്തേക്കാം. ഇതിലൊന്നും യാതൊരു സൈഡ് എഫക്ട്സും കാണിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക.